ഇവളിങ്ങനെ പോയാൽ എന്തു ചെയ്യും അമ്മേ? അമ്മയാ ഇവളെ ഇത്രയും വഷളാക്കുന്നത്. ഒരു വക അറിയത്തില്ല, അടുക്കളയിൽ കയറാൻ പോലും അറിയില്ല. എടീ, ഇക്കണക്കിന് പോയാൽ നീ തന്നെ താമസിക്കുമ്പോഴും നീ കല്യാണമൊക്കെ കഴിച്ചു പോകുമ്പോഴും നീ എന്തു ചെയ്യുമടി? എന്തെങ്കിലും നിനക്ക് ചെയ്യാനറിയാവോ? ഒന്നും അറിയാൻ വയ്യാത്ത ഒരു പൊട്ടിപ്പെണ്ണ്. ഇപ്പം ഞാൻ ഓർത്തു പോവുക, അന്നത്തെ പെണ്ണ് തന്നെയാണോ ഇന്ന് ഞാനെന്ന്. കാരണം ഒന്നും അറിയാൻ വയ്യാന്ന് പറഞ്ഞ ആ പെണ്ണ് ഇന്നിപ്പം എത്ര പേർക്ക് വേണമെങ്കിലും വെച്ച് വിളമ്പാം എന്നുള്ള ഒരു സ്റ്റേജിലായിപ്പോയി. രുചിയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇല്ലെന്ന് പറഞ്ഞാലും കണ്ണൊന്ന് മിഴിച്ച് കാണിച്ചാൽ കഴിക്കുന്നവർ പറയും നല്ല രുചിയാണെന്ന്. അവർക്ക് അങ്ങനെ പറഞ്ഞാലേ അടുത്ത എന്തെങ്കിലും വിഭവം കിട്ടുകയുള്ളല്ലോ എന്നായിരിക്കും അവരുടെ ചിന്തകൾ. ഇതാണ് നിനക്കൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു നീക്കിയാൽ നമ്മളതിനെ അതിജീവിക്കുവാൻ നോക്കുക. എങ്ങനെയെങ്കിലും പരിശ്രമിച്ച് മുൻപോട്ട് പോയിട്ട് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയിട്ട് നമുക്കിത് പറ്റും എന്ന് കാണിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അല്ല എങ്കിലേ നമ്മൾ എന്നും ഇങ്ങനെ തന്നെ ആയിപ്പോകും, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്നവരായിട്ട് പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അയ്യോ, ഇത്രയും എല്ലാം പറഞ്ഞു വന്നു. എൻ്റെ പയറുകറിയുടെ പയറൊക്കെ വെന്തു. ഇനി അതേ സമയത്ത് തന്നെ ഞാൻ കടുവെല്ലാം പൊട്ടിച്ച് തന്നെ അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ശരിയായി. ഇതിനെ എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചു, തേങ്ങായും എല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് കഴിഞ്ഞു. ഇനിയും നമുക്ക് വേണ്ടത് എന്താണെന്നറിയാവോ? ഈ കടുവ് പൊട്ടിച്ചതെല്ലാം കൂടെ അതിനകത്തോട്ടിടുക, കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഞങ്ങളുടെ കറിവേപ്പിലയിൽ കറിവേപ്പില ഇച്ചിരിടുക. ഇത്രയേ ഉള്ളൂ. നല്ല രുചിയുള്ള